2003 പുറത്തിറങ്ങിയ ജില്ലാ കളക്ടറുടെ സർക്കുലറിന്റെ പേരിൽ പാലക്കാട് ജില്ലയിൽ വ്യാപകമായി പൊതുകുളങ്ങൾ നികത്തുന്നതായി പരാതി. ഭൂസംരക്ഷണ നിയമപ്രകാരം കുളങ്ങൾ നികത്തരുതെന്നിരിക്കെയാണ് സർക്കുലറിന്റെ മറവിൽ വ്യാപകമായി നികത്തൽ നടക്കുന്നത്. അതേസമയം സർക്കുലർ റദ്ദാക്കണമെന്ന അപേക്ഷ റവന്യൂ വകുപ്പ് തള്ളി. 1957 ഭൂസംരക്ഷണ നിയമം 3-4 വകുപ്പുകൾ പ്രകാരം കുളങ്ങൾ സർക്കാരിൽ നിക്ഷിപ്തമായതും പൊതുകാര്യങ്ങൾക്കോ ഗ്രാമീണരുടെ സാമൂഹിക ആവശ്യങ്ങൾക്കോ നീക്കിവെച്ചിരിക്കുന്നതുമാണ്. കേരള ഭൂമി പതിവ് ചട്ടം 11 പ്രകാരം ഇവ പുറമ്പോക്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇത്തരം ഭൂമികൾക്ക് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സ്വകാര്യ ഭൂമിയിലുള്ള ഇത്തരം കുളങ്ങൾ രജിസ്ട്രേഡ് ഭൂമിക്ക് സമാനമാണ് എന്നും ആയതിനാൽ കുളം പുറമ്പോക്കായി പരിഗണിക്കാൻ കഴിയില്ല എന്നുമാണ് 2003 ഫെബ്രുവരി 25 കളക്ടറുടെ പേരിൽ ഇറങ്ങിയ സർക്കുലറിൽ പറയുന്നത്. ഒരു സർക്കുലർ പുറത്തിറങ്ങുന്ന സമയത്ത് ആ സർക്കുലറിന് ആധികാരികമായി അതിന്റെ കോപ്പി സ്റ്റോക്ക് ഫയൽ സൂക്ഷിക്കണമെന്ന നിയമമുണ്ട്. സർക്കുലർ ഇറക്കുന്ന ആളുടെ ഒപ്പും അദ്ദേഹത്തിന്റെ പേരും സർക്കുലറിൽ നിർബന്ധമായിട്ടുണ്ടാവണം. എന്നാൽ കളക്ടറുടെ പേരിൽ ഇറക്കിയ ഈ സർക്കുലറിൽ അത്തരത്തിലുള്ള ഒപ്പോ സീലോ ഇല്ല എന്നത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതും ആ സർക്കുലർ മുൻനിർത്തി തരം മാറ്റി കൊടുക്കുകയും നികുതി സ്വീകരിക്കുകയും ചെയ്ത അതീവ ഗൗരവവും റവന്യൂ വകുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നുമാണ്. കേന്ദ്ര സംസ്ഥാന നിയമങ്ങളിലെല്ലാം തണ്ണീർത്തടങ്ങളുടെ പരിധിക്കുള്ളിലാണ് കുളങ്ങൾ വരുന്നത്. തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് നിയമവിരുദ്ധവുമാണ്. 2011 ജഗ്പാൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിലെ സുപ്രീം കോടതി വിധിന്യായവും കുളം നികത്തുന്നതിനെ ശക്തമായി എതിർക്കുന്നു. പാലക്കാട് ജില്ലയുടെ പല ഭാഗവും വരൾച്ചാ ഭീഷണിയിലാണെന്ന പഠനങ്ങൾ പുറത്തു വന്നിട്ട് പോലും വിഷയത്തിലൊന്ന് പ്രതികരിക്കാൻ പാലക്കാട് ജില്ലാ കളക്ടർ തയ്യാറായിട്ടില്ല. ഫയലുകളൊക്കെ പഠിച്ചു വരാൻ ഇനിയും 2 മാസമെങ്കിലും വേണമെന്നാണ് ലാൻഡ് റവന്യൂ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ പറയുന്നത്. പാലക്കാട് നിന്നും രാജേഷ് തകഴിക്കൊപ്പം ശരത് എസ് എൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.